നമ്മുടെ ഫോണിനകത്ത് എല്ലാവരുടെ കയ്യിലും വാട്സപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ വാട്സപ്പിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ വരുന്നില്ല. ഇത് പറയാൻ കാരണം നമ്മുടെ ഫോണിൽ കിടക്കുന്ന മെസ്സേജ് ആപ്ലിക്കേഷനിൽ എല്ലാ ഫീച്ചറുകളും, അതായത് വാട്സപ്പിനകത്ത് വരുന്ന എല്ലാ ഫീച്ചറുകളും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാം, വീഡിയോ, ഫോട്ടോ, ലൊക്കേഷൻ, അതുപോലെ നമുക്ക് കോൾ വരെ ഈ മെസ്സേജ് ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് നമ്മുടെ മെസ്സേജ് ആപ്ലിക്കേഷനകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അധിക പേർക്കും ഈ ഒരു ഫീച്ചർ അറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വാട്സപ്പ് തന്നെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. വാട്സപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടാനും നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകാനും ഇതുവഴി നമുക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് ആപ്ലിക്കേഷനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററികളൊക്കെ ആരെങ്കിലും ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിലേക്കായിരിക്കും ആദ്യം ആൾക്കാർ നോക്കുന്നത്. എന്നാൽ ഈ മെസ്സേജ് ആപ്ലിക്കേഷനകത്താണ് നമ്മുടെ ചാറ്റ് ചെയ്യുന്നത് എങ്കിൽ അധിക പേരും അത് ശ്രദ്ധിക്കാറില്ല. പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു മെസ്സേജ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫോണിനകത്തുള്ള മെസ്സേജ് ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ ഒരാളെ സെർച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ വാട്സപ്പിൽ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. ഇതിനെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. നമുക്കിവിടെ വോയിസ് മെസ്സേജ് ഇവിടെ റെക്കോർഡ് ആവുന്നത് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വോയിസ് മെസ്സേജ് ആയതിനു ശേഷം നമുക്കിവിടെ എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കണമെങ്കിൽ ചെയ്ത് പിടിക്കുക. നമുക്കിവിടെ വോയിസ് മെസ്സേജ് ഇവിടെ റെക്കോർഡ് ആവുന്നത് കാണാൻ സാധിക്കും. കേട്ട് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ശേഷം ഇവിടെ സെൻഡ് കൊടുക്കാം. ഇതിപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇമോജികൾ, അതായത് അതിൻ്റെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഏത് തരം വോയിസാണ് അയക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഇമോജികളൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് അയക്കാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? ഈ ഒരു കളറിലേക്കാണ് പോയത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊക്കെ നമുക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫോട്ടോസുകളോ വീഡിയോസുകളോ സെൻഡ് ചെയ്യണമെങ്കിൽ അതിനും സാധ്യമാണ്. ഇവിടെ നമുക്കൊരു ഫോട്ടോയുടെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലൈവായിട്ട് ഫോട്ടോസ് എടുക്കാം. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോസുകളോ വീഡിയോസുകളോ എടുക്കാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് എടുത്ത് അയക്കാനും സാധിക്കുന്നതാണ്. നോക്കിയാൽ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതായിരുന്നു. അത് നമുക്കിവിടെ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നമുക്ക് ഫോട്ടോസും സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫോണിനകത്ത് ഇത് സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. എല്ലാ ഫോണിലും ഈ ഒരു സെറ്റിങ്സ് കിട്ടണമെന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു ഐക്കണിലുള്ള മെസ്സേജ് ആപ്ലിക്കേഷൻ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. ചില ഫോണുകളിൽ കമ്പനി തരുന്ന, അതായത് ഫോണിൽ വരുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വർക്കാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് നമ്മൾ ഗൂഗിളിൻ്റെ ഈ ഒരു മെസ്സേജ് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഴയത് ഒഴിവാക്കിയതിന് ശേഷം ഡിഫാൾട്ട് ആയിക്കൊണ്ട് ഈ ഒരു ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ മെസ്സേജുകളൊക്കെ നമ്മൾ അയക്കുന്നത് അവർ റിസീവ് ആവണമെങ്കിൽ ഈ ഒരു മെസ്സേജിനകത്ത് അവർ RCS എന്ന് പറയുന്ന സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്തിരിക്കണം. ഒട്ടുമിക്ക ഫോണുകളിലും ഇത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഓൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് അയക്കാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ അയക്കുന്ന മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ താഴെ കണ്ടില്ലേ, RCS എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു RCS മെസ്സേജ് ഓൺ ആയാലാണ് നമുക്കിത് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചില ഫോണുകളിൽ ഗൂഗിൾ മെസ്സേജ് തന്നെ ആയിരിക്കും. എന്നിട്ട് നമുക്ക് നമ്മളെ ഫോട്ടോസുകളോ വോയിസുകളോ ഇതുപോലെ സെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ചില സെറ്റിങ്സുകൾ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് RCS സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഓഫിലായിരിക്കും കിടക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്കിലേക്ക് വരാം. മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരും. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെസ്സേജ് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡബിൾ സിം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ 2 സിം കാർഡിൻ്റെ നമ്പറും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഈ ജനറൽ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചില ഫോണുകളിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ RCS എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത ഫോണുകളിൽ ജനറൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ജനറൽ എന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ നമുക്ക് RCS ചാറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. എൻ്റെ RCS 2 സിം കാർഡും ആക്ടിവേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻ കളറിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 സിമ്മുകളിൽ നിന്നും RCS മെസ്സേജുകൾ അയക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഫോണിൽ ഈ ഒരു RCS കണക്റ്റഡ് അല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ഈ കണക്റ്റഡ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത് കണക്റ്റ് ആവും. അപ്പോൾ കണക്റ്റ് ഇല്ലാത്ത ഫോണുകൾ ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചാറ്റുകൾ അയക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഈ ഒരു മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുക. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ, അതായത് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് മെസ്സേജിലൂടെയും ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.